എടുക്കാം. സദൃശ്യവാക്യം 30-ാം അധ്യായം 25-28 വരെ വായിച്ചാട്ടെ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം ശേഖരിക്കുന്നു. അടുത്ത വാക്യം. കുറ്റ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറിൽ പാർപ്പിടമുണ്ടാക്കുന്നു. വെട്ടുകളിൽ രാജാവില്ലെങ്കിലും ആ അണിയണിയായി കടന്നു പോകുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും മതി. ഈ വിഷയം കേട്ടിട്ടുണ്ടോ? പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് സക്കായ മരത്തെ കയറി മോശ വഴികൊണ്ട് അത് ഇതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അതല്ല എന്റെ പ്രസംഗം. ഇന്ന് എന്നോട് നീ എന്ന് പറഞ്ഞ വാക്യം ഇതാ നിങ്ങളോട് പറയാനായിട്ട്. സദൃശ്യവാക്യം. ഞാൻ പശ്ചാത്തലം പോകുന്നില്ല, മുഖമെടുക്കുന്നില്ല. ആമേ, ഇത് എഴുതിയ ശലോമോനാ. ആരാ എഴുതിയിരിക്കുന്ന? ഞാനുടെ ജ്ഞാനിയായ ശലോമോനാ ഈ സദൃശ്യവാക്യം എഴുതിക്കുന്നത്. ആമേ, 1005 ഗീതവും 3000 സദൃശ്യവും ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. നിത്യം അറിഞ്ഞാൽ മതി. 1005 ഗീതം, 3000 സദൃശ്യം. ഞാൻ ശലോമോൻ എഴുതപ്പെട്ടു വെച്ചിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് ഞാൻ മുഖം ഓടിച്ചു പോകാനാകുകയാണ്. ഇവിടെ വായിച്ചെങ്കിലാണല്ലോ 25-ാം വാക്യം. എന്താ വായിച്ചത്? ഉറുമ്പ് ബലഹീന ജാതി എങ്കിലും. ഉറുമ്പ് എങ്ങനെയുള്ള ജാതിയാ? ആമേ, ഉറുമ്പ് ബലഹീന ജാതിയാ. നമ്മൾ ഉറുമ്പ് കടിക്കാൻ വന്നെടുത്ത് പോക്കറ്റിൽ വെക്കുവോ? എന്ത് ചെയ്യും? പറയോ മക്കളെ? ഒരിക്കൽ സന്യാസി എന്നെക്കാട്ടും ദൈഷ്യം കളിച്ചിനെ പോവുകയായിരുന്നു. അങ്ങനെ പോയി മരത്തെ ചോട്ടി പോയപ്പം നീറ് കയറി. എവിടെ? പുള്ളിയുടെ താടിയെ. പുള്ളി എന്റെ താടി ഇരിക്കാൻ കുഴപ്പമില്ലെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് കടിക്കാൻ തുടങ്ങി. അങ്ങനെ കടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ നീറിത് തിരുമി കൊന്ന്. അപ്പൊ ഇവരെല്ലാം ചോദിച്ച വരം കൊടുത്തപ്പോൾ നിനക്ക് എന്നാ വരം പറഞ്ഞു? അപ്പൊ ഇവൻ പറഞ്ഞോ കേൾക്കണോ, എനിക്ക് തിരുമി ചത്താ മതിയെന്ന്. അതാണ് ഇവർ കൊടുത്ത വരാമെന്ന് ചുമ്മാ തമാശ പറഞ്ഞാ കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഉറുമ്പ് ബലഹീന ജാതിയാ. ഉറുമ്പാരാണ്? പ്രിയ ദൈവമക്കളെ, നീ ഞാൻ ബലഹീന ജാതിയാണ്. പക്ഷേ നിന്റെ ബലഹീന പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ സമയമുള്ളപ്പോൾ മാത്രം പോരാ. നിനക്ക് സമയം കിട്ടും മാത്രം പോരാ, ദൈവത്തെ ആരാധിക്കാൻ ഒരിക്കലും മുൻപോട്ട് വേണം പോകാനായിട്ട്. ആമേ, നീ ബലഹീന ജാതിയാന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. ബലഹീന ജാതിയാ നമ്മള്. പക്ഷെ വേറൊരു കാര്യം പറയുന്നുള്ളൂ, ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും. അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്താ പറയുന്നത്? അത് വേനൽക്കാലത്തെ അവിടെ വിഷയം. ഉറുമ്പ് ബലഹീന ജാതിയാ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നീ ബലഹീന ജാതിയാ. പക്ഷേ നീ സമ്പാദിച്ച മതിയാകും. ഈ ലോകത്തില്ല, ദൈവത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി സമ്പാദിക്കും. ആമേൻ. അത് ആവശ്യമായി തീരുകയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പലതിൽ ഓടുകയാ. പറ്റുകയില്ല. നമ്മൾ വളരെ ഓടിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ ആരാണ്? ബലഹീന ജാതിയാ. നമ്മൾ ആരാണ്? ബലഹീന ജാതി. മറന്നു പോകരുത്, നമ്മൾ ബലഹീന ജാതിയാ. ഈ ശ്വാസം പോയ ശവമാ നമ്മള്, അല്ലേ? ഈ ശ്വാസം പോയാൽ ആരാണ്? ശവം. ഉണങ്ങി വെക്കാൻ ഒക്കത്തില്ല, കാഴ്ച ഒക്കത്തില്ല. മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ട് വെച്ചില്ലെങ്കിൽ നാറ്റം വമിക്കാൻ തുടങ്ങും. അതാ ഞാൻ നിൽക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത്. മെത്ത വില കൊടുത്ത് മേടിക്കത്തില്ലേ? ഒന്ന് പറ എന്റെ ദൈവം, വാദം പറ. മേടിക്കാമല്ലോ, മെത്ത വില കൊടുത്ത് ഉറക്കം മേടിക്കാൻ വില കൊടുത്ത്. ഉറക്കം വില കൊടുത്ത് മേടിക്കാവോ? അതിനത് മേടിക്കാൻ വയ്യാത്തത് എന്താ? പറ്റാത്തത്? എടാ, ഉറക്കം വില കൊടുത്ത് മേടിക്കാൻ ഒക്കത്തില്ല. നീ സുഖമോ ഉറങ്ങണമെങ്കിൽ തിരുവെടുത്ത് പറയുന്നത്, ഞാൻ കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി ദൈവനെ താങ്ങിയെന്ന.
നീ പലതും വില കൊടുത്തു മേടിക്കാം, പക്ഷെങ്കിൽ സൗന്ദര്യത്തെ വില കൊടുത്ത് മേടിക്കാൻ ഒക്കത്തില്ല. സൗന്ദര്യം പരത്തിന്റെ വില കൊടുത്ത് മേടിക്കാം. ഇന്ന് പകൽ ചിന്തിച്ചേ പോകാവോ, നീ ബലഹീന ജാതിയാണ്. നാം എത്രയൊക്കെ മുൻപോട്ട് പോയാലും ഇന്ന് പകൽ വിളിച്ചോടെ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തിന് മഹത്വം കൊടുത്ത് മുന്നോട്ട് കടന്നു പോകും. ഹല്ലേലൂയ. നമ്മൾ ബലഹീന ജാതിയാ, പക്ഷേ ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അതെന്താ ചെയ്യുന്നത്? വേനൽക്കാലത്തെ ഭയങ്കരം അതാ ചിന്തിക്കേണ്ടത്. നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കേട്ടു പോകുകയല്ല. അവിടെ അതാ ഇനി ഒരു കുഴപ്പമുണ്ട് കേട്ടോ. 666 എന്ന മുദ്ര ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറന്നുപോകരുത്, കേട്ടോണം കേട്ടോ. 666 മുദ്ര ലോകരാജ്യം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ രാജ്യവും അതിന് വേണ്ട വിപണിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെന്ന് താമസിക കേരളത്തിലും കടന്നു വരാൻ പോകുകയാണ്. ഈ 666 മുദ്ര ഉണ്ടെങ്കിൽ വിൽക്കാനും വാങ്ങാനും ഒക്കത്തുള്ളൂ. വിശ്വാസി, നീ ചുമ്മാ തലകുമ്പിട്ട് ഇരിക്കരുത്. നീ അറിഞ്ഞു വേണം പോകാനായിട്ട്. നീ ദൈവത്തിന് വ്യാപാരം ചെയ്യണം. താമസിക്കാതെ വരും. ക്രിസ്തു അവിടെ, ക്രിസ്തു ഇവിടെ, അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു. അങ്ങോട്ട് ഓടുകയല്ല വേണ്ടത്. മനസ്സിലായല്ലോ? ഇന്ന് വക ദൈവത്തിന് സ്തോത്രം ചെന്ന് ദൈവനം അനുസരിച്ച് മുൻപോട്ട് പോകും. ക്രിസ്തു അവിടെ പോകുമ്പോ അവിടെ പച്ച, അങ്ങോട്ട് ഓടുക. ഇങ്ങോട്ട് ക്രിസ്തു, ഇവിടെ ഇങ്ങോട്ട് ഓടുക. പോ. നിന്റെ അകത്ത ക്രിസ്തു ഉണ്ടാകേണ്ടത്. ഉറുമ്പ് ബലഹീന ജാതി എന്താ ചെയ്യുന്നത്? എന്താ കൊയ്ത്ത് കാലത്ത് അല്ല വേനൽക്കാലത്ത് ചരതിച്ച് വെക്കുക. കാഹളം കേൾക്കാറായി. 30 വർഷമായി, 40 വർഷമായി, 20 വർഷമായി, 10 വർഷമായി. എന്തെങ്കിലും ചരിത്രം ജയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇന്ന് പകൽ കൈ വിടുകയിലാണോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വായിച്ചാട്ടെ, ഒരു ബലഹീനെ കുറിച്ച് പറയാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനം വേഗം. യെശയ്യാപ്രവചനം 38 അധ്യായത്തിൽ വേഗം ഒന്നെടുക്കുക. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു എനിക്ക് നേരമില്ലാത്ത ഓടിച്ചു പോവുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തിക്കോളാം. പറ. യെശയ്യാ 38 1 വായിര്, 1-2 വായിര്. ആ കാലത്തെ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ. അടുത്ത വാക്യം. മതി, എല്ലാം വായിച്ച് കേൾപ്പിക്കേണ്ട. ഹല്ലേലൂയ. ഹിസ്കിയാ രാജാവ് അവൻ ബലഹീന മനുഷ്യനാ, അവൻ ബലഹീനനാ, അവൻ മിടുക്കനല്ല. അവൻ ആരല്ല? മിടുക്കനല്ല. അവൻ രാജാവാണെങ്കിലും അവൻ മിടുക്കനാണോ? അവൻ ബലഹീനനാ, ഒരു ബലഹീനനാ. പക്ഷെ അവിടെ ഒരു പ്രവാചകൻ പറയുക, എന്താ പറഞ്ഞത്? നീ മരിച്ചു പോകും. നീ അവിടെ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഗ്രഹകാര്യം എന്ന് പറഞ്ഞാൽ ദൈവവൈദ്യല് നമ്മുടെ വീടിനെ കുറിച്ചല്ല, നമ്മുടെ വീട് നിർമ്മിക്കാനല്ല പറയുന്നത്. എന്റെ ഭാഷയെ പറയുകയാണ്, നീ ആത്മീയ ഗ്രഹമാണ്. നിന്റെ ആത്മീയ പണിപ്പെട്ട് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നമ്മൾ വസിക്കുന്നവരാ. നമ്മൾ ദൈവമക്കളെ മനസ്സിലാക്ക്. നിന്റെ കുടുംബകാരം ക്രമീകരിക്കാൻ പറയുകയല്ല. അവിടെ ഇന്നത് മേടിച്ചിട്ടോന്ന് പറയുകയല്ല. നിന്റെ കുടുംബകാരെന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉത്തേജനത്തിൽ സഭയെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. നീ ക്രമീകരിച്ച് ഈ നാളെ മുൻപോട്ട് വരുമ്പോൾ ദൈവത്തിന് ചെയ്യാൻ പോകുകയാണ്. ഇല്ലെങ്കിൽ പ്രതികൂലം വരാൻ പോകുകയാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുസ്തകം രാവിലെ മുതൽ തപ്പുക. പക്ഷെ എനിക്ക് അവസാനം ലഭിച്ച ദൂതിത. എനിക്ക് എന്താന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പറയാൻ ദൈവം തന്നൊരു ആലോചന എനിക്കറിയത്തില്ല. ദൈവമക്കളെ സത്യം പറയുക, ഞാനും നീയും ബലഹീന ജാതിയ. നമ്മൾ ചില ശേഖരിച്ച് വെച്ചേ മതിയാകും. എന്താ ശേഖരിക്കേണ്ടത്? ആത്മീകം. എന്താണ്? ഭൗതികമല്ല കേട്ടോ. എനിക്ക് ഭൗതികയെ കുറിച്ചൊരു ചിന്തല്ല. നമ്മൾ ചെറുതിക്കേണ്ടത് ആത്മീകം. ആത്മീകമാണ്. ഭൗതികം ഞാൻ തൊടുന്നില്ല. അത് എന്റെ വിഷയം ഭൗതികമല്ല. ആത്മീയത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ദൈവമക്കളാ. ഇവൻ രാജാവാ, ഇവൻ ബലഹീനനാ. നിന്റെ കുടുംബക്കാരൻ എന്ത് ചെയ്യണം? നീ ദൈവസഭയിലെ കുടുംബം ദൈവമക്കളെ ക്രമീകരിച്ചു കൊള്ളണം. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. നമ്മൾ
ക്രമീകരിച്ചേ മതിയാകൂ. നമ്മൾ ക്രമീകരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ദൈവം പ്രവർത്തിക്കും. ആമേ. ആഭിചാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ആമേ. ദൈവ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ ദൂത് വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ഒന്ന് ക്രമീകരിക്കുവാൻ. ആമേൻ. ആമോസ് പ്രവാചകൻ പറഞ്ഞ് ആമേ തന്റെ പഠിപ്പിന് വിട്ടു പോയില്ല, മുറ്റം വിട്ടു പോയില്ല. അവസാനമായി അവയെ നീ മരിച്ചു പോകത്തില്ല, നിനക്ക് ആയുസ്സ് നീട്ടി തന്നിരിക്കുകയാ. ഹല്ലേലൂയ. ആത്മാവിൽ ചില കാര്യം ക്രമീകരിക്കുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. മക്കൾ എന്നൊക്കെ കാണിച്ചാൽ നടക്കുകയല്ല, ഒരിക്കലും നടക്കുകയല്ല. നമ്മുടെ കർത്താവ് നമുക്ക് ചില കാര്യം ചെയ്യേണ്ടത്, ദൈവമാണ് കാര്യം ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പദ്ധതി നമുക്ക് ആവശ്യമായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമോസ് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു, നിന്റെ കുടുംബക്കാർ എന്ത് ചെയ്യണം? നീ വേഗം ഇതെന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? മരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവസഭ കുടുംബമാണ്, ദൈവസഭയാകുന്ന കുടുംബമാണ്. അത് എന്റെ വിഷയമാണ്. ദൈവസഭ കുടുംബത്തിൽ ക്രമീകരിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം, പോകേണ്ടത് പോകണം. ദൈവാത്മ മുൻപോട്ട് വർദ്ധിച്ചു വരണം. ദൈവസഭയിൽ അനുദിനം ചെയ്യണം, വളരണം. എങ്ങനെയാ വളരേണ്ടത്? വാക്യമുണ്ട്, ക്രിസ്തു വന്നാ അതാ നമ്മൾ വളർച്ച പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 2026 വരും. ഇനിയുള്ള കാലം വല്ലാത്ത കാലമാ. ഇനിയുള്ള കാലങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഊക്കിൽ സമയമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വല്ലാത്ത കാലത്തിലേക്ക്, വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അറിയണ്ട, പാട്ട് മാറി അറിയണ്ട്, സാക്ഷ്യം പറഞ്ഞ് പോകുന്നല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസ തീഷ്ണത ഉണ്ടാകണം. ആമേ. വിശ്വാസത്തോടെ എന്തുണ്ടോ? വീര്യത്തോട്, പരിജ്ഞാനത്തോട്, ഇന്ദ്രിയം. എനിക്കും വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ പോയി സുഖമായി കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ ഞാൻ ഈ ത്യാഗം സഹിച്ചത് എന്റെ കർത്താന്റെ വേലൊറ്റക്കാർ മാനിച്ചുകൊണ്ടാ. എനിക്ക് എന്റെ കർത്താന്റെ വേല തേക്കണം, അക്കരെ നാടൊന്ന് കടന്നു പോകണം. എന്റെ പ്രത്യാശ അത് മാത്രമേ ഉള്ളൂ. കുറവില്ല, അവൻ കുറ്റമില്ലെന്നല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവങ്ങളെ. പുറം കുറ്റമുള്ള ആരും ഉണ്ടോ? ചൈനയെ ഒരുത്തരുമില്ല. ഈ പ്രശ്നം ഞാനും കുറവുള്ളവനാ, ഞാനും കുറ്റമുള്ളവനാ. അവൻ പാർട്ടും എല്ലാരും കുറവൊറ്റ ആള് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലേ? ആ പുള്ളി മാത്രം കുറവില്ല, ബാക്കിയെല്ലാം നമ്മൾ കുറവുള്ളവർ. അതേ എനിക്കും കുറവുണ്ടെന്നേ. നമ്മുടെ സാവധാനം കുറവില്ലേ? ഇവിടെ എല്ലാവർക്കും കുറവുണ്ട്. പക്ഷേ നമ്മുടെ കുറവ് നികത്തുന്ന യേശുവാണ്. ഉറുമ്പെന്താണ്? ബലഹീന ജാതിയെ ഞാനും നിങ്ങളും. ആമേ. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നീ ചിലത് ഛർദിച്ചോണം, നീ ചിലത് കൂട്ടി വെക്കണം. ഒരു ഉദാഹരണം വേഗം പറയും. ഒരിക്കലേ ഒരു യജമാനൻ ഉണ്ടായിരുന്നു. അവൻ ദൂരെ യാത്ര പോവുക. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരുത്തർ എത്ര താലന്ത് കൊടുത്ത്? 5 താലന്ത് കൊടുത്ത്. വേറൊരുത്തർ എത്ര കൊടുത്ത്? പറ, എത്ര കൊടുത്തു മോനെ? 2 കൊടുത്തു. വേറൊരുത്തർ എത്ര കൊടുത്ത്? 1 കൊടുത്തു. 5 കൊടുത്ത് എന്ത് ചെയ്ത്? കൊടുത്തവൻ 5 കൂടെ നേടി. എന്ത് ചെയ്ത്? വർദ്ധിപ്പിച്ചോ? എന്താ ചെയ്യാമേ? ഇത്രയൊക്കെ മതി. 5 കൊടുത്തവൻ 2 കൊടുത്തവൻ. അപ്പൊ എത്രയായി? 5 കൊടുത്ത് എത്രയായി? 2 കൊടുത്തവന് 4 3 ആൾക്ക് കൊടുത്തത്. അവനെന്താ ചെയ്ത്? അവരാ നമ്മൾ നാണികൾ. വേലയിൽ മുടിയന്റെ സഹോദരൻ അവസ്ഥ പറയുന്നത് ആക്കുണ്ട്. അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പുറത്തും വായിക്കണം. വേലയിൽ മടിയൻ വായിക്കേണ്ട സഹോദരി എന്നെ കേൾക്കുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടോ? അറിയാവോ? വേലയിൽ മടിയൻ മുടിയന്റെ സഹോദരൻ.
തിന്നുക, കുട്ടിക്കുക, ആനന്ദിക്കുക. നാളെ എന്ത് ചെയ്യും? ചാകും. ചത്താൽ എവിടെയാ? ഒരു പാട്ടുണ്ട്, നമ്മൾ ബന്ധക്കോത്തർ അങ്ങനെ പാടാറില്ല. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിൽ അറിയത്തില്ലേ? എനിക്കറിയില്ല. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമോ. ആമേ, മനസ്സിലായല്ലോ? ആ പാട്ടറിയാമോ? പള്ളിയിൽ പോകുന്നേരം, ചന്തയിൽ പോകുന്നേരം, അങ്ങനെയൊക്കെ പാട്ടിലുണ്ട് കേട്ടോ. പാടി പഠിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുണ്ട്. എന്തെന്നറിയില്ല. സമയമന്റെ എത്തിയാൽ യാത്ര ചെയ്യും. എന്റെ പൊന്നെ, നമ്മളത് മരിക്കും പാടുന്ന പാട്ടല്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കണം. പിന്നല്ലാതെ കണ്ട് എന്റെ പൊന്നെ, നാഗൽ സാഹിബ് ഇംഗ്ലണ്ടിൽ നിന്ന് നാഗൽ സാഹിബ് കേരളത്തിൽ വന്ന് താൻ മലയാളം പഠിച്ചേച്ച് താൻ ആദ്യം ആത്മീയ ഗാനം അതാ. ആമേ, നാഗൽ സാഹിബ് പഠിച്ച പാട്ടാ അത്. ഇത് എന്താണെന്നറിയാമോ? കേൾക്കുന്നുണ്ട്. മുഖം ചുളുങ്ങുകയാണ്, പേടിയാണ്. പാടരുത്. ഇതൊക്കെയാണ് പാടുന്നത് ചോദിക്കുന്നത്. ഇതൊക്കെയാ ഭാഷ വേറെ പാട്ട്, ഇതൊക്കെയാണ് പാടുന്നത്. ഭാഷ കയറി റേസ് ആക്കുക. എന്റെ ദൈവമക്കളെ, നിങ്ങൾ ക്ഷമിക്കണം. ഈ യാഗം പാടുന്ന പാട്ടല്ല. ആ പുള്ളി ആദ്യം എഴുതിയ പാട്ടാണ്. ആകെ അല്പം നേരം മാത്രമേ എന്റെ യാത്ര തീരുവാൻ. അത് പുള്ളി എഴുതി വെച്ച് ബന്ധക്കോത്തിന് കട്ടെടുത്ത് പാടിക്കൊണ്ടിരിക്കുക യാകുമ്പോ. അതെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ നീ ബലഹീന ജാതിയാ. യെഹെസ്കേലിനോട് പറഞ്ഞു, നീ മരിക്കും, നിന്റെ കുടുംബകാര്യം എന്ന് പറഞ്ഞാൽ നിനക്കൊരു മരണം വരാൻ പോകുകയാണ്. നീ ബലഹീന ജാതിയാ. നീ ക്രമീകരിച്ച് മുൻപോട്ട് പോകണം. നിന്റെ ആയുസ് നീട്ടി തരണോ, നിനക്ക് വേണ്ട തരണോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ തരാൻ ശക്തനാ. ബലഹീന ജാതിയായിരിക്കുന്ന ആമോസ് പഠിപ്പിന് വിട്ടു പോയില്ല, മുറ്റം കവച്ചു വെച്ച് പോയില്ല. ആ ക്ഷണം ദൈവം ഇവിടെ തുടങ്ങി. പ്രാർത്ഥിച്ചേ അവനെ മരണം ചെയ്ത് അങ്ങോട്ട് നീ ചരിച്ച് വെക്കണം. പ്രൈസ് എല്ലാം പറയുന്ന നേരമില്ല. രണ്ടാമത്തെ ആണ് എന്താണ്? ഉറുമ്പ് കടി. പിന്നെ രണ്ടാമത്തെ ജാതി എന്നതാ? മുയല്. അതെവിടെയാ കൂട് വെക്കുന്നത്? പാറയില. ഏത് വെക്കുന്നത്? കുഴിമുയലേ. നമ്മൾ ഇന്ന് കാണുന്ന മുയലല്ല, ആ വേറെ മുയലുണ്ട്, കുഴിമുയലും പറഞ്ഞ മുയലുണ്ട്. അതെവിടെയാ കൂട് കൂട്ടുന്നത്? നമ്മളെ കാണുന്ന ചാടിച്ചു നടത്തുന്ന മുയലുണ്ടല്ലോ, ആ മുയലല്ല എനിക്ക് പറയുന്നത്. അത് കുഴിമുയലും മുയലുണ്ട്. അതെവിടെ കൂട് കൂട്ടുന്നത്? പാറയാ. പാറ ഇടുക്കില്ല. നോക്കണമേ, ഇത് ഏത് ജാതിയാ? ബലഹീന ജാതിയാ. ഈ ബലഹീന ജാതിയാ കുഴിമുയൽ കൂട് കൂട്ടുന്ന. പാറ ഇടുക്കില്ല. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, സത്യമുള്ള നമ്മള് കേൾക്കാതെ കണ്ട് അറിയാതെ നമുക്ക് തോന്നിച്ചതുപോലെ നമുക്ക് പോന്നതുപോലെ പോയിക്കൊണ്ടിരിക്കാം. നിർത്താൻ ചില കാര്യക്രമത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, അഞ്ചു കൊടുത്തവന് 10 നേടി, 2 കൊടുത്തവന് 4 നേടി, 1 കൊടുത്ത് എന്ത് ചെയ്തു? മണിൽ കുടിച്ചിട്ടു. സമയം കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു, മാസം കഴിഞ്ഞു, യജമാനൻ മടങ്ങിപ്പോയി. ഇവരെ വിളിച്ചു. ആമേ, നിനക്ക് എത്ര തന്നത്? 5 തന്ന്. എത്ര നേടി നീ? 10 നേടി. കൊടുത്ത യജമാന്റെ കയ്യിൽ. നിനക്ക് എത്ര തന്ന്? 2. എത്ര നേടി? 4 കണ്ട് കൊണ്ട് കൊടുത്തു. 1 കിട്ടുന്നെ വിളിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് കിട്ടും 1 ഞാൻ കുടിച്ചിട്ടുണ്ട്. നിനക്ക് തന്ന ആയുസ്സുമാരും കുടിച്ചിടാനല്ല, നീ വ്യാപാരം ചെയ്യണം. നീ വ്യാപാരം ചെയ്ത് നീ പ്രവർത്തനം നടക്കാൻ പോകുകയാണ്. ദൂതത്ര മനസ്സിൽ എനിക്കറിയത്തില്ല, ഞാൻ മുമ്പോട്ട് ഓടിപ്പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കുഴിമോയില് പാറയിലാണ് കൂടുകൂട്ടുന്നത്. എല്ലാം വിസ്തരി. ഞാൻ പറഞ്ഞല്ലേ, ഇതൊന്നും എനിക്ക് ഇത് പറഞ്ഞ 2 മണിക്കൂർ മിച്ചെങ്കിലും സമയം വേണം. സമയം പോയത് എനിക്കറിയാം. എന്നെ വാക്ക് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബാക്കി ദൈവം ഇനി എന്തെങ്കിലും വരാത്തെങ്കിൽ ഞാൻ ബാക്കി പ്രസംഗിക്കാം. അടുത്ത കാര്യം എന്താ? അടുത്ത ആരാ പറഞ്ഞിരിക്കുന്നത്? കുടിമോല് കഴിഞ്ഞ എന്താ? വെട്ടുക്കിളി. ഈ താമസിക്കാതെ ഇങ്ങോട്ട് വരും. നമ്മളെല്ലാം ഇപ്പൊ മഴയില്ല, വെള്ളം അടി കേരളത്തിനല്ല. കേരളത്തിലൊക്കെ പാസ്റ്ററൊക്കെ അറിഞ്ഞ് പണിയ.
പാസ്റ്ററും ഭാര്യ എന്ത് ചെയ്യാണ്? ഏലവൊക്കെ വെള്ളമടിക്കുന്നു, വളവിടുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു നാളെ വെട്ടിക്കളായിക്കോണെന്നാ പറയുന്നത്. ഇങ്ങനെ എന്റെ പാസ്റ്റർ അല്ലേ? വെട്ടിക്കിളി ഇറങ്ങും. ഇവന് രാജാവില്ലെന്ന്. ഇതിനെന്തില്ല ഷൈനെ? രാജാവില്ല. ഇതൊരു പാറ്റം പോലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഏലത്തിന് ഞരം മാത്രം നിൽക്കുന്ന കാണാൻ ഇങ്ങനെ മൊത്തം മുഴുവൻ നശിപ്പിക്കുക. വിവരിക്കാൻ നേരമില്ല. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നേ? പല്ലി. പല്ലി അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ബലഹീന ജാതിയ. അതിനെ കൈകൊണ്ട് പിടിക്കുക. എവിടെ വാർക്കുന്നത്? ഏതരമനയാ? വല്ല മനസ്സിലായോ? ഞാൻ പിന്നെ പ്രസംഗം ചെയ്യിപ്പിക്കാം മനസ്സിലാകുന്ന പോലെ. എൻ്റെ വാക്ക് നിർത്തുകയാണ്. സമയം 12 കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പകലൊറ്റ വാക്ക് പറയുന്നുണ്ട്. നീ ആ ഉറുമ്പിനെ പോലെ നീ ബലഹീന ജാതിയാണ്. ഒരു കൊയ്ത്തിന് സമയമായി. ഏത്? സുവിശേഷത്തിന് കൊയ്ത്തിന്റെ സമയം. കാരണം കൃപയുടെ വാതിൽ അടയ്ക്കാറായി. കൃപയുടെ വാതില് അടയാറായി. കൃപയുടെ വാതിൽ ഇതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിൽ ഇതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവേ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളവരെ എത്ര നാൾ ഉറങ്ങിടുമോ? കർത്താവ് ഇപ്പോൾ വന്നേക്കും. മനസ്സിലായല്ലോ? ഉറങ്ങാൻ നേരമല്ല, ഉണരാൻ നേരമാണ്. നീ ചില ചരിതി വെക്കുന്ന നേരമാണ്. കുടുംബസ്ഥം വരും, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. നമ്മെല്ലാരും കാത്തിരിക്കുന്നത്, ഈ കഷ്ടപ്പാട് സഹിക്കുന്നത്, ഞായറാഴ്ച വരുന്നത്, വെള്ളിയാഴ്ച വരുന്നത്, ഉപവാസം വെക്കുന്നത്, കുടുംബപ്രാർത്ഥന വെക്കുന്നത്, കുടുംബത്ത് ഉപവാസം വെക്കുന്നത്, ഇതെല്ലാം വെക്കുന്നുണ്ടല്ലോ ഒരു പ്രതിഫലം വാങ്ങിക്കാനാ. ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ആ പ്രതിഫലം ഇവിടെ അല്ല തരുന്നത്, അവ സ്വർഗത്തിലല്ല പ്രതിഫലം തരുന്നത്. ആകെ ഭൂമിക്ക് മധ്യേ ഒരു സ്ഥലമാണ് അവിടെ പ്രതിഫലം വായിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് പറഞ്ഞപ്പോ അത് പറഞ്ഞു പോയെന്നു. ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല, നിന്റെ മധ്യത്തിലുണ്ട്. അവനവൻ ചെയ്യുന്ന. അപ്പൊ ചോദിക്കും, സഹോദരി എത്ര നാള് പള്ളിയിൽ പോയില്ല? നിന്റെ ആരും ഇവിടെ എവിടെയൊക്കെ പോയി കൂടാനും കുളിക്കലും പിന്നെ ചെയ്യാനൊക്കെ നീ എവിടെയൊക്കെ പോയി? ആരൊക്കെ വിളിച്ചു? എങ്ങനെയൊക്കെ കണ്ട്? ഞാനോ? അവിടെ ചോദിക്കാം ഞാനോന്ന്. അന്നേരം തുറന്നങ്ങോട്ട് വെക്കുന്നത്. പ്രൈസലോ. എന്നെ വിളിക്കും ജോർജ് പാസ്റ്റർ. എന്നെ പാസ്റ്ററോട് വിളിക്കുന്നത്. അത് പാസ്റ്ററൊന്നും ഇല്ലെന്നേ. നിങ്ങളൊക്കെ സാബു സാറിന് സാറിന് വിളിക്കുന്നത്. അങ്ങനെ അവിടെ ഇല്ല. പേര് വിളിക്കും. നിനക്ക് ദൂതെന്ന് നീ പറഞ്ഞോ? ഇല്ല കർത്താവേ. എന്തുകൊണ്ടാ? നീ മുഖം നോക്കിയില്ലേ? ഉറുമ്പ് ബലഹീന ജാതിയ. അതുകൊണ്ട് നമുക്കൊരു പ്രതിഫലമുണ്ട്. അതിന് ആ ദിവസം ഇങ്ങനെ ഒച്ച വെക്കുകയും നിങ്ങളുടെ ഇത്തിരി കടോര പ്രസംഗിക്കുന്നൊക്കെ നിങ്ങളാരും വഴക്ക് പറഞ്ഞൊന്നുമല്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ജോർജ് ഭാഷ വന്ന് ഞങ്ങൾ ശരിക്കും തല്ലിച്ച് പോകും നിങ്ങൾ പറഞ്ഞേക്കരുത് കേട്ടോ. ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞ ദൈവവചനമാണ്. ഇന്ന് പകൽക്കെട്ടി ദൈവിക ആലോചനയായത്. ആമേൻ. ഒന്നുകൂടെ പറയും, ഉറുമ്പ് ബലഹീന ജാതിയ. എന്താ ചെയ്യുന്നത്? വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേനലുണ്ട്. ഇനി ഈ വേനൽ വലിയ ഈ വേനലല്ല, ഈ വെയിലിനെ കുറിച്ചല്ല പറയുന്നത്. ഇനി സഹിക്കാനാവാത്ത ഒരു ചൊറിച്ചിലുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി സാല് അധികമില്ല. കർത്തവരൻ അടുത്തിരിക്കുകയാണ്. അന്ത്യക്രിസ്തു ഭരിക്കാൻ നേരമായിരിക്കുകയാണ്. സഭയ്ക്ക് തകരാച്ചുണ്ടാകാൻ പോവുകയാണ്. സഭ ഇല്ലാതാക്കാൻ പോവുകയാണ്. നമ്മളെ മുടിക്കാൻ പോവുകയാണ്. അതിനുമുമ്പേ നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നീ കർത്താവിന് ചില ചരിതിക്ക് എന്നോർപ്പ് തന്നുകൊണ്ട് എനിക്ക് സമയം നിന്ന് ഇതാശ്രമം നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വൈരമിക്ക് നീ വചനങ്ങളാൽ നീ അനുഗ്രഹിക്കട്ടെ. ആമേൻ.